എവ്രിബഡി. സോ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഇന്ന് മുതൽ നമ്മൾ 75 ഹാർട്ട് ചാലഞ്ച് തുടങ്ങുക. അതറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഫോട്ടോ ഇവിടെ വെച്ചിട്ടുണ്ട്. എന്താണ് 75 ഹാർട്ട് ചാലഞ്ച് എന്നുള്ളത്. സോ ഇന്ന് രാവിലെ നമ്മൾ എണീറ്റു കഴിഞ്ഞിട്ട് നമ്മൾ നോർമലി ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ പ്രാർത്ഥിച്ചു. മോർണിംഗ് പ്രേയേഴ്സ് ആയിരുന്നു ആദ്യം. മോർണിംഗ് പ്രേയേഴ്സ് കഴിഞ്ഞ പാടെ നമ്മൾ ടൈം നോക്കി. ഞാൻ മാക്സിമം ഒരു 5:45 6 എണീക്കും. അങ്ങനെയാണ് എൻ്റെ വേക്കപ്പ് ടൈമിങ്സ്. അപ്പം അങ്ങനെ എണീറ്റ കഴിഞ്ഞിട്ട് ഉറക്കക്ഷീണം പോവാണ്ടിരിക്കുകയാണ് ഞാൻ സ്റ്റിൽ. അങ്ങനെ ബേസിക് കാര്യങ്ങളൊക്കെ നമ്മൾ വേഗം തന്നെ പടപട തീർത്തു. ബ്രഷ് ചെയ്തു, നമ്മളുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തീർത്തു. ഈ സാധനം ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ അമ്മ യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മ ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അമ്മ യൂസ് ചെയ്യുന്നത് കൊണ്ടിട്ട് തന്നെ ഞാനും യൂസ് ചെയ്യാറുണ്ട്. ഇത് ടീത്ത് വൈറ്റനിങ്ങിന് ഹെൽപ്പ് ചെയ്യും എന്ന് എനിക്കറിയാം. അപ്പം ഞാനും പ്രിറ്റി മച്ച് ലൈക്ക് വൺസ് ഇൻ എ വീക്ക് ഓർ ട്വൈസ് എ വീക്ക് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ പുതിയ ഫേസ് വാഷ് വാങ്ങിച്ചു, ഫോക്സ്ടെയിലിൻ്റെ. അപ്പം ഇന്ന് മുതൽ ഇത് യൂസ് ചെയ്ത് തുടങ്ങാമെന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പറയാവേ. അങ്ങനെ പിന്നെ നെക്സ്റ്റ് ടാസ്ക് നമ്മുടെ ബെഡ് സെറ്റാക്കി, മേക്കിംഗ് അപ്പ് ബെഡ്. അത് കഴിഞ്ഞ് ഞാൻ കളരിക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി. നമ്മുടെ ഫസ്റ്റ് ഇൻഡോർ ആക്ടിവിറ്റി. ഞാൻ എല്ലാ ദിവസവും രാവിലെ കളരിക്ക് പോവും. മൺഡേ ടു സാറ്റർഡേ എനിക്ക് കളരിയുണ്ട്. ഞാൻ കളരി പഠിക്കാൻ പോകാറുണ്ട്. അപ്പോൾ കളരിക്ക് പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ വെയിറ്റ് ഉണ്ട് ചെക്ക് ചെയ്തു. ഇന്ന് മുതൽ ചാലഞ്ച് തുടങ്ങുന്നത് കൊണ്ടിട്ട് വെയിറ്റ് നോക്കി. 75 ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ മോർണിംഗ് ഡ്രിങ്ക് രാവിലെ തന്നെ അത് സെറ്റ് ചെയ്തു, അത് കുടിച്ചു. പിന്നെ നമ്മൾ ആസ് പെർ റൂൾസ് 3 ലിറ്റേഴ്സാണ് നമ്മൾ ഡെയിലി കുടിക്കേണ്ടത്. ഇത് 2 ലിറ്റേഴ്സ് ഉണ്ട്. പിന്നെ ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കണം എന്നുള്ളത് കൊണ്ടിട്ട് നമ്മൾ സാലഡാണ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ചൂസ് ചെയ്തത്. നമ്മളൊരു സാലഡ് ബൗൾ ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് ഒരു 10-11 ആയപ്പോഴത്തേക്കും എനിക്ക് വിശന്നപ്പം ഞാൻ ഫ്ലേവേർഡ് യോഗട്ട് എടുത്ത് കഴിച്ചു. അതിൻ്റെ ഇടയിൽ നമുക്ക് പാക്കേജ് വന്നിട്ടുണ്ടായിരുന്നു ഇന്ന്. അപ്പോൾ നമ്മളൊരു പാക്കേജ് അൺബോക്സിങ് കൂട്ടത്തിൽ ചെയ്തിരുന്നു. ഇതാണ് ഞാൻ ജിയോ സെയിലിൽ വന്നപ്പോൾ എടുത്ത 2 ഡ്രസ്സസ്. അപ്പോൾ ആ 2 ഡ്രസ്സുകളുടെ അൺബോക്സിങ് വീഡിയോ ആണ് ഈ കാണുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് ഈവനിങ് ആയപ്പം വർക്ക് ഷിഫ്റ്റെല്ലാം കഴിഞ്ഞ് ഈവനിങ് ആയപ്പം ഞാൻ വായിക്കാനിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 75 ഹാർട്ട് ഡേ ചാലഞ്ചിൽ നമ്മൾ ഒരു ദിവസം 10 പേജ് വായിക്കണം. അതൊരു നോൺ ഫിക്ഷണൽ ബുക്കിൻ്റെ 10 പേജ് വായിക്കണം എന്നുള്ളതാണ്. അപ്പം എൻ്റെ കയ്യിൽ ഓൾറെഡി ഈ ദ 48 ലോസ് ഓഫ് പവർ എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക് ഉണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി അത് വായിച്ച് തുടങ്ങിയതായിരുന്നു. പക്ഷേ എവിടെയോ വെച്ച് ഞാനത് നിർത്തി മടി പിടിച്ച് പോയി. അപ്പം ഞാനത് പിന്നെയും റീസ്റ്റാർട്ട് ചെയ്തു. ഇന്നത്തേക്കുള്ള ഗോളായിട്ടുള്ള 10 പേജ് ഓൾറെഡി നമ്മൾ വായിച്ചു. അതങ്ങനെ. പിന്നെ ഉച്ചയ്ക്ക് ഞാൻ മീൽസ് കഴിക്കാറില്ല പൊതുവെ. ഞാൻ ഈവനിങ്ങിലോട്ടായിട്ടാണ് സെറ്റ് ചെയ്യാറ്. ഈവനിങ് ഞാൻ കഴിച്ചു ചപ്പാത്തിയും ഉരുളക്കിഴങ്ങും. അതേപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് ഔട്ട്ഡോർ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് ഈവനിങ് ആയപ്പം ഞാൻ പുറത്തിറങ്ങി. ഇതൊരു 5:30 ആയപ്പോഴത്തേക്ക് ഞാൻ പുറത്തിറങ്ങി. അപ്പോൾ ഇവിടെ പിള്ളേർ ബാഡ്മിൻ്റൺ കളിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവരുടെ കൂടെ കയറി ബാഡ്മിൻ്റൺ കളിച്ചു. ഔട്ട്ഡോർ ആക്ടിവിറ്റി ആയിരിക്കണം ഒരെണ്ണം. 45 മിനിറ്റ്സ് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നടക്കാൻ ഇറങ്ങിയപ്പം അവരുടെ ഒപ്പം അത് കളിച്ചു. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ഡൊമിനോസ് എന്നാണ് അവർ പറഞ്ഞത്. അവരിത് കളിക്കാൻ നിന്നപ്പോൾ ഞാനും അവരുടെ ഒപ്പം ഇരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് വന്ന് നേരെ ഒരു ഗ്രീൻ ടീ കുടിച്ചു. വിത്തൗട്ട് ഷുഗർ കട്ടാണ്, വിത്തൗട്ട് ഷുഗർ. പിന്നെ വെള്ളം ഞാൻ ഇത്രയും തീർത്തു ഇന്നത്തേക്ക്. അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.